സത്യമായിട്ട് പറയാം, ഇപ്പൊ ഓപ്പൺ അടിച്ച് നിങ്ങളോട് പറയാണ്, ഒരു മാസം ഉണ്ടാക്കിയ സാലറി ഞാൻ പറയുന്ന ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ സീന വീട്ടുകാരെ വിളിക്കണത്, അണ്ടൊക്കെ വിളിക്കണത്, എന്ത് ഷോ ആണ് ഇവൻ, ഭയങ്കര ഷോ ആണ് ഇവൻ, പട്ടി ഷോ. നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ എന്തോ ഒരു ആൾക്കാരാണെന്ന് അറിയാമോ. അപ്പൊ യൂട്യൂബ് ആണോ സാധാരണ ജോബ് ആണോ, അല്ലെങ്കിൽ യൂട്യൂബ് ആണോ സാധാരണ നമ്മുടെ പഠിത്തവും കാര്യങ്ങളൊക്കെയാണോ നല്ലത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ദാറ്റ് ഈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് യൂട്യൂബ് വേഴ്സസ് ജോബ്, അല്ലെങ്കിൽ യൂട്യൂബ് വേഴ്സസ് സ്റ്റഡി. ചില ആൾക്കാർ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഉണ്ട് നമുക്ക് ലോകം തന്നെ കീഴെടുക്കാം, വേറെ എന്ത്, പിന്നെ എന്തിന് നമ്മൾ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ വേറെ പിന്നെന്തിന് നമ്മൾ പഠിക്കാൻ പോകണം എന്നൊക്കെയാണ് കുറേ ആൾക്കാർ പറയുന്നത്. ഇത് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണത്തിന് പോയി, എൻ്റെ കൂട്ടത്തിൽ കോളേജ് പഠിച്ചൊരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയി. അപ്പോൾ അവിടെ വേറെ കുറേ കൂട്ടുകാർ വന്നായിരുന്നു. അതിലൊരുത്തൻ പോലീസുകാരനായിരുന്നു, ഒരുത്തൻ സെയിൽസിലായിരുന്നു, അങ്ങനെ പല പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് എൻ്റെ കൂട്ടുകാർ. ഓക്കെ, അതിലുള്ള ഒന്ന് രണ്ടു എന്നോട് പറഞ്ഞു, അളിയ സത്യം പറഞ്ഞ് എൻ്റെ ജോലിക്ക് എന്ത് കഷ്ടപ്പാടാണ്, എന്ത് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. നിന്റെ കൂട്ടത്തിൽ അന്നെങ്ങനെ യൂട്യൂബ് തുടങ്ങിയാൽ മതിയായിരുന്നു, ഇപ്പോഴേ വേറെ ലെവലാണ്. ഇപ്പം നീ എവിടെ നിൽക്കണം, ഞാനൊക്കെ എവിടെ നിൽക്കുന്നു. എൻ്റെ ജോലി കളഞ്ഞിട്ട് പലതവണ ഞാൻ യൂട്യൂബ് തുടങ്ങിയാലെന്നൊക്കെ ആലോചിച്ച് തുടങ്ങി എങ്ങനെ ഇരിക്കും, അളിയ തുടങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പം എൻ്റെ മൈൻഡിലാണ് കേട്ടോ ഇവരെന്താണ് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ കുറേ കൺഫ്യൂഷനും കുറേ ഫേക്ക് സാധനങ്ങളൊക്കെ ആൾക്കാരുടെ മനസ്സിലുണ്ട്. അപ്പൊ അതൊക്കെ ഇന്ന് ക്ലിയർ ചെയ്യാൻ പോവാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. കുറെ ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാല് യൂട്യൂബ് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ, ചുമ്മാ ഒരു വീഡിയോ എടുക്കുക, എന്നിട്ട് തട്ടിക്കുട്ടി എഡിറ്റ് ചെയ്യുക, വൈകുന്നേരം ആകുമ്പോൾ ഇടുക, കുറെ വ്യൂസ് കിട്ടുക, കുറെ പൈസ ഉണ്ടാക്കുക, പിന്നെ അത് വെച്ചിട്ട് നമുക്ക് കാറ് വാങ്ങാം, വീട് വെക്കാം, ഫുൾ സെറ്റ്, നമുക്ക് ടെൻഷനേ ഫ്രീ എന്ന രീതിക്കാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു 923 വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ? അന്ന പോട്ടെ, ഒരു 500 വീഡിയോ എങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്നാൽ അതും വിട്, ഒരു 100 വീഡിയോ, അല്ലെങ്കിൽ ഒരു 50 വീഡിയോ, അല്ലെങ്കിൽ ഒരു 20 വീഡിയോ, 10 വീഡിയോ എങ്കിലും ഒരു ദിവസം എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഒറ്റ വീഡിയോ ഒരു ദിവസം പറ്റത്തുള്ളൂ. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 923 വീഡിയോസാണ്, ദാറ്റ് ഈസ് വ്ളോഗ്സ് ആണ് എൻ്റെ ഈ ഒരു ചാനലിനകത്ത് ഞാൻ ഇട്ടത്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ദാറ്റ് ഈസ് യൂട്യൂബ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ട് ഈസി ആയിട്ടുള്ള ഒരു സംഭവം അല്ല, ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യവുമല്ല. ഇതിനോട് നിങ്ങൾക്ക് ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ നിൽക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൽ പല പ്രശ്നങ്ങളുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും, പല വിഷയങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വീഡിയോസിന് വ്യൂസ് വന്നില്ല എന്ന് പറഞ്ഞ് ഡിപ്രഷൻ വരെ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്തുവാ, സിമ്പിളാ, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്തുവാണ്, പൈസ ഒന്നും കൊടുക്കണം, ഫ്രീ ആയിട്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. അതിനകത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇട്ടാൽ മാത്രം മതിയല്ലോ. അത്ര സിമ്പിളാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഗൈസ് അത്ര സിമ്പിളല്ല. കാരണം എല്ലാവർക്കും തുടങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റും എളുപ്പമൊക്കെയാണ്, പക്ഷെ അത് എൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം ഇടുമായിരിക്കും, 2 ദിവസം ഇടുമായിരിക്കും, 3 ദിവസം ഇടുമായിരിക്കും, 4 ദിവസം, ചിലപ്പോൾ 5ാം ദിവസം പിന്നെ നിങ്ങൾക്ക് തോന്നത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനോട് ഒരു ഇൻട്രസ്റ്റ് വേണം. ജെന്യുവൻലി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് പാഷനേറ്റ് ആയിട്ട് ഇതിനോട് ഇതൊരു വർക്കായിട്ട് നമുക്ക് തോന്നരുത്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സാധനം, അതിപ്പോൾ എന്ത് സാധനമാണെങ്കിലും, ഇപ്പോൾ ഒരു ജോലിയാണെങ്കിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ ഒരു വർക്കായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇല്ലെങ്കിൽ നമുക്ക് എന്തോ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ പിന്നെ ചെയ്തു വരുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അപ്പം തന്നെ നിങ്ങൾ ഡൗൺ അടിക്കും, അപ്പം തന്നെ നിങ്ങൾ അവിടെ ബാക്കോട്ട് അടിച്ച് അവിടെ വെച്ച് പോകും. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കൺസിസ്റ്റൻസി മാത്രം പോരാ, കാരണം ഹാർഡ് വർക്ക് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, ഇതിൻ്റെ ഇടയ്ക്ക് സ്മാർട്ട് വർക്കും കൂടെ ചെയ്യണം. കാരണം ഇപ്പം എൻ്റെ വീഡിയോസ് ഇടുമ്പോൾ തന്നെ എനിക്കറിയാൻ പറ്റും, നേരത്തെ ഇപ്പോഴും നോക്കണ്ട, നേരത്തെ എനിക്കറിയാൻ പറ്റും. ദാറ്റ് ഈസ് എൻ്റെ വീഡിയോ എന്തുകൊണ്ട് ആൾക്കാർ കാണും, ഈ വീഡിയോ എന്തുകൊണ്ട് അവർ കാണും എന്നുള്ള ഒരു സംഭവം എനിക്ക് വീഡിയോ ഇടുന്നതിന് മുമ്പേ എനിക്കറിയാൻ പറ്റും. അതെൻ്റെ എക്സ്പീരിയൻസ് ഇത്ര വർഷത്താണ്. പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും എൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ 20,000-ന് താഴ്ത്തു പോയിരിക്കുക. അത് വേറെ ഒന്നും കൊണ്ടല്ല, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനമില്ല. ഞാനൊരു 4-5 മാസം ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. അതുപോലെ തന്നെ വേറൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലെവലെത്തി. ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ 1.6 മില്യൺ പറ്റാൻ കണ്ടുണ്ട്, അവിടം വരെ എത്തി. അല്ലെങ്കിൽ അത്ര സബ്സ്ക്രൈബ് 1 മില്യനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞാൽ നോക്കണ്ടല്ലേ, നമ്മൾ സെറ്റ്, നിറയെ പൈസ, കാറ്, വീട്, സെറ്റ്, എല്ലാം കൊണ്ട് സെറ്റ്. അങ്ങനെയൊന്നും ഇല്ല.
നമ്മൾ ദിവസം കറക്റ്റായിട്ട് പണിയെടുത്താൽ മാത്രമേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം എൻ്റെ തന്നെ വേണ്ട, ഞാൻ കുറേ നാൾ ഒരു 5-6 മാസം ഞാൻ ബ്രേക്ക് എടുത്ത്, കാരണം ഞാൻ ട്രേഡിങ്ങിൻ്റെ കാര്യം നോക്കി അത് പഠിക്കാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു. അപ്പം ഈ സാധനം ഞാനിവിടെ പോസ് ചെയ്തിട്ടാണ് അത് ചെയ്യാൻ പോയത്. അപ്പം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പം എനിക്ക് കിട്ടണം. ദാറ്റ് ഈസ് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ആൾക്കാർക്ക് പുതിയൊരു സാധനം വന്നു കഴിഞ്ഞാൽ അത് തേടിപ്പോവും. അപ്പം നമ്മൾ ലൈവായിട്ട് എപ്പോഴും നിൽക്കണം. അങ്ങനെ നിൽക്കാൻ ടൈമൊക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ ജെന്യുവൻലി പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു 2-3 വർഷം മുമ്പുള്ള കാര്യം പോലെ അല്ല യൂട്യൂബിൽ ഇപ്പം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ആൽഗോരിതം തന്നെ വേറെ ആയിരുന്നു. ഇപ്പം എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കുകയാണ്. കാരണം ആൾക്കാരുടെ പീപ്പിൾസ് ഇൻട്രസ്റ്റ് തന്നെ എൻ്റർലി ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം കുറേ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിക്കും, നിങ്ങൾക്കൊരു വലിയൊരു വ്ളോഗ് കാണാനായിരിക്കുമോ കൂടുതൽ ഇഷ്ടം, അതാ പെട്ടെന്ന് ഒരു ഷോർട്സ് കണ്ടുവെച്ച് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാനാണ്. കാരണം അവരുടെ ടൈം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻസ്റ്റൻറ്റ് അഡ്രിനാലിൻ കിട്ടണം, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഡോപ്പമിൻ കിട്ടണം. അങ്ങനത്തെ ഒരു സംഭവം. അതുകൊണ്ട് ഷോർട്ട് വീഡിയോ കണ്ട് വിടുക. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ലോങ് വീഡിയോസിലോടുള്ള ഇൻട്രസ്റ്റ് പൊതുവെ കമ്പയർ ടു ഏർലിയർ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ റവന്യൂ വൈസ് നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ വ്ളോഗ് അല്ലെങ്കിൽ ലോങ് വീഡിയോസിനൊക്കെ മാത്രമേ നമുക്ക് കൂടുതൽ റവന്യൂ കിട്ടണം. അല്ലാണ്ട് ഷോർട്സിൽ നിന്നൊന്നും വലുതായിട്ട് കിട്ടത്തൊന്നുമില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 1-2 വർഷം മുമ്പൊക്കെ എനിക്കിപ്പോൾ മാസം ഒരു സത്യസന്ധമായിട്ട് പറയാം, ഇപ്പോൾ ഓപ്പൺ അടിച്ച് നിങ്ങളോട് പറയാണ്, നേരത്തെ ഒരു മാസം എനിക്കൊരു 35 ലക്ഷം 40 ലക്ഷം വരെയൊക്കെ ഉണ്ടാക്കിയ സമയമുണ്ട്. ദാറ്റ് ഈസ് എൻ്റെ വീട് വെക്കുന്ന സമയങ്ങളിലൊക്കെ ഇല്ലേ. അപ്പോൾ എനിക്ക് ഒരു മാസം ഉണ്ടാക്കിയ സാലറി ഞാൻ പറയുന്ന യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയത്. അതിന് ആഡും കൂടുന്നുണ്ട് കേട്ടോ. ആഡ് പ്രൊമോഷൻസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു മാസം ഒരു 35-40 ലക്ഷം രൂപയൊക്കെ ഒരു മാസം മാത്രമാണ് ഞാൻ പറയുന്നത് 35-40 ലക്ഷം വരെ എനിക്ക് കിട്ടുമായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇപ്പം നോക്കുകയാണെങ്കിൽ അറിയാം, ഇപ്പം ഈ കഴിഞ്ഞ മാസം നോക്കുകയാണെങ്കിൽ എനിക്ക് 20,000 രൂപ മാത്രമേ ഞാൻ വിഡ്രോ ചെയ്തിട്ടുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ 6 മാസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല. 4-5 മാസമായിട്ട് 6 ആയിട്ടില്ല, 4-5 മാസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പം എൻ്റെ പഴയ വീഡിയോസ് മാത്രം കിടന്ന് ഓടി അതിൽ നിന്ന് കിട്ടിയ പൈസയാണ് 20,000 രൂപ. അപ്പം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും നിൽക്കണമെന്ന്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നില്ലെങ്കിൽ ഇതാണ് പ്രശ്നം. നമുക്ക് ഒരു മാസം ചിലപ്പോൾ ഇന്ന എമൗണ്ട് ആയിരിക്കും, അടുത്ത മാസം ചിലപ്പോൾ കുറവായിരിക്കും, ഇതിൻ്റെ അപ്പുറത്തെ മാസം ചിലപ്പോൾ കൂടുതലായിരിക്കും, പിന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വീഡിയോ ഒന്നും ഇട്ടില്ലെങ്കിൽ പിന്നെ കിട്ടത്തുപോലില്ല, ഒരു ഉറപ്പൊന്നുമില്ല. യൂട്യൂബ് എപ്പോഴും സ്ഥിരമായിട്ട് ഇത്ര എമൗണ്ട് തരുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു പ്രശ്നമാണ് നമ്മുടെ യൂട്യൂബിൻ്റെ. അപ്പോൾ യൂട്യൂബാണോ സാധാരണ ഒരു ജോബാണോ, അല്ലെങ്കിൽ യൂട്യൂബാണോ സാധാരണ നമ്മുടെ പഠിത്തവും കാര്യങ്ങളൊക്കെയാണോ നല്ലത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ദാറ്റ് ഈസ് ജോബും സ്റ്റഡിയും ഒരിക്കലും നിങ്ങൾ വിടരുത്. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ എത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് ഞാൻ സീരിയസ്ലി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എത്ര ക്രിയേറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ആൾക്കാരുണ്ട്. ചില ആൾക്കാരുടെയൊക്കെ വീഡിയോ ക്വാളിറ്റി തന്നെ കാണാം, എന്നാ രസമാണെന്ന് അറിയാം, അതുപോലെ തന്നെ എന്ത് എഡിറ്റിങ്ങാ, പക്ഷെ അവർക്ക് വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടത്തില്ലെന്നേ. അതറിയാം, എല്ലാവർക്കും ഈ സംഭവം വർക്കൗട്ട് ആകണമെന്നില്ല. പക്ഷെ നിങ്ങൾ നല്ലപോലെ പഠിച്ച് നല്ല ക്വാളിഫിക്കേഷനിൽ എത്തുവാണെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ജോബ് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. അത് വേറെ കാര്യം. പിന്നെ ഇപ്പം ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്തുവാ, നിങ്ങൾക്ക് എല്ലാ മാസം കൃത്യമായിട്ട് ഇന്ന സാലറി ഒരു 50,000 രൂപയാണെങ്കിൽ 50, അല്ലെങ്കിൽ 80,000 രൂപയാണെങ്കിൽ 80, അല്ലെങ്കിൽ 20,000 രൂപയാണെങ്കിൽ 20, അങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ യൂട്യൂബിൻ്റെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമുക്ക് ചിലപ്പോൾ കുറഞ്ഞു പോയെന്നിരിക്കും, ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരെ ഇരിക്കാം, ചിലപ്പോൾ കൂടുതലും കിട്ടും കേട്ടോ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. കൂടുതലും കിട്ടിയെന്നിരിക്കും, പക്ഷെ നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കത്തില്ല നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുക കമ്പയർഡ് ടു ഒരു 9 to 5 ജോബ് നോക്കുമ്പോൾ. പിന്നെ 9 to 5 ജോബ് നോക്കുമ്പോൾ എന്തുവാ, നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ബോസിൻ്റെ എവിടെ കേൾക്കുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ ബോസിൻ്റെ വല്ല ചീത്തവിളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്തെ ടെൻഷനായിരിക്കും എടുക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ അല്ലെന്നേ, 24 മണിക്കൂറും വർക്കാണ്. ഇപ്പം എൻ്റെ കാര്യം തന്നെ നോക്കുവാണെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇടുന്നത് നോർമൽ വ്ളോഗ്സിൽ. അപ്പോൾ ഫുൾ ടൈം വർക്കായിരിക്കും. കിടക്കുമ്പോഴാണെങ്കിൽ ഇത് തന്നെ, നാളെ എന്ത് കണ്ടന്റ് ആലോചിക്കും, എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അതും ആലോചിച്ചുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് ബോസിന്റെ ചീത്തല്ലേ കേൾക്കണം, എനിക്ക് അങ്ങനെയല്ല, ലോകം മൊത്തം ഇരുന്നായിരിക്കും ചീത്ത വിളിക്കണം. നിങ്ങളെ ബോസ് മാത്രം ചീത്ത വിളിക്കുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്താവാ, യൂട്യൂബേഴ്സ് ഒക്കെ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ഇവരുടെയൊക്കെ കാണിക്കാവാ. പിന്നെ സീന വീട്ടുകാരെ വിളിക്കണ്, അണ്ടൊക്കെ വിളിക്കണ്, എല്ലാരും വിളിക്കുന്നു, പേശകൻ ചീത്തവിളി കമൻസിലാണെങ്കിൽ മൊത്തം ഇത് നമ്മളെ പറയാത്തതായിട്ട് ഒന്നും കാണത്തില്ല. അങ്ങനത്തെ രീതിക്കായിരിക്കും ഹേറ്റും വരുന്ന. പിന്നെ വേറെ കാര്യം യൂട്യൂബിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. ഇപ്പൊ ആദ്യം തന്നെ ഞാൻ പണ്ട് ഒന്നും ഇല്ലായ്മ നിന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആൾക്കാർ പറഞ്ഞു, നീ ഒന്നും സെറ്റ് ആകത്തില്ല എടിയാ, നീ ഒന്നും എങ്ങും എത്താൻ പോള, യൂട്യൂബ് തുടങ്ങി ഇങ്ങനെ നടക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇത്തിരി അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്ന് വ്യൂസ് ഒക്കെ കിട്ടി, ഒരു കാറൊക്കെ എടുത്ത്, കാർ എടുത്ത് സ്വിഫ്റ്റ് ആണ് ആദ്യമായിട്ട് എടുത്തത്, ഞാൻ സ്വിഫ്റ്റ് ആദ്യമായിട്ട് എടുത്തത്. അത് കഴിഞ്ഞൊക്കെയാണ് ബെൻസും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പം
സ്വിഫ്റ്റ് എന്ത് പൊട്ട വണ്ടിയാണ് നീ എടുത്തിരിക്കണേ, ഈ വണ്ടിയെ കിട്ടിയുള്ള. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട് വെച്ച്. എടാ ഇവനൊക്കെ എങ്ങനെ വീട് വെക്കാൻ പറ്റിയടാ? ഇത് വല്ല എന്തോ ബ്ലാക്ക് മണി അല്ലെങ്കിൽ ഇവനെന്തോ ഫ്രോഡ് പരിപാടി എങ്ങാണ്ട, അല്ലാണ്ട് യൂട്യൂബിൽ നിന്നുള്ള പൈസ ഒന്നും അല്ല ഇവന് വീട് വെക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ഞാൻ പുതിയ ബെൻസ് എടുത്ത്. അവർ പറഞ്ഞു ഇവൻ എന്ത് ഷോ ആണ്, ഇവൻ ഭയങ്കര ഷോ ആണ്, ഇവൻ പട്ടി ഷോ. ഒരു കാറ് കൊണ്ട് ഇവന്റെ ഷോ ആണ്, ഇവന് മാത്രമേ കാറുള്ളെന്നാ ഇവന്റെ വിചാരം. അങ്ങനെ പിന്നെ നിങ്ങൾ നേരത്തെയൊക്കെ എൻ്റെ വ്ളോഗ് കാണുമെങ്കിൽ അറിയാം, നമ്മൾ കുറേ ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. ചിലപ്പോൾ പൈസ കൊടുത്തായിരിക്കും, ചിലപ്പോൾ ഫുഡായിരിക്കും കൊടുക്കുന്ന, അല്ലെങ്കിൽ സർപ്രൈസ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിനും ആൾക്കാർ പറയും എടാ ഇതെന്ത് ഷോയാടാ, നന്മോരെ കളിക്കുന്നു, പട്ടി ഷോ, അത് ഇത്. പിന്നെ നമ്മുടെ കുറച്ച് കഴിയുമ്പോൾ പൈസ ഒന്നും കാണത്തില്ല, ചിലപ്പോൾ അങ്ങനത്തെ അപ്പോൾ കണ്ടന്റ് നമ്മൾ ചെയ്യത്തില്ല. ഒരെണ്ണം പറയാം കണ്ട ഇവരൊന്നും 10ന്റെ പൈസ ആൾക്കാർക്ക് കൊടുക്കത്തില്ല, ഇവരെയൊക്കെ കൊണ്ട് എന്ത് ഗുണം, എന്തുവാണ് നീയൊക്കെ വ്ളോഗ് ചെയ്തിട്ട് പിന്നെ എന്തിനാ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തുവാ, നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ നമ്മളെ നല്ലത് പറയാൻ ആരും കാണത്തില്ല. ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ എന്തോ ഒരു ആൾക്കാരാണെന്ന് അറിയാവോ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അതിനെയൊന്നും മൈൻഡേ ചെയ്യരുത്. നമ്മൾ എത്ര നല്ലതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും നമുക്ക് കുറ്റം തന്നെ കേട്ടുകൊണ്ടിരിക്കും. നമ്മൾ അതിനെയൊന്നും മൈൻഡില്ലു. ഇതൊക്കെ തരണം ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് ഇറങ്ങണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇറങ്ങലും സീനാണ്. കാരണം ഇവിടുന്ന് ഫുൾ ടൈം അറ്റാക്ക് ഇരിക്കുന്നത് കിട്ടിക്കൊണ്ടിരിക്കണം, പല രീതിക്കും മെന്റലിയും എങ്ങനെയാണെങ്കിലും പറയാൻ പറ്റത്തില്ലെന്നേ. ചിലപ്പോൾ നമ്മൾ ദിവസം കാണുന്ന ഒരു ഫേവറേറ്റ് ചാനലിനകത്തായിരിക്കും നമ്മളെ കുറിച്ച് റിയാക്ട് ചെയ്യും. നമ്മുടെ ഒരു പ്രശ്നം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ നാളെ നമ്മളെ അന്നൊക്കെ വിളിക്കും. കാരണം ഒരു സാധനം കിട്ടിയാൽ മതി, എല്ലാവർക്കും വ്യൂസ് മതി. അതൊന്നും പറഞ്ഞിട്ട് ഒരു പ്രശ്നം കിട്ടി കഴിഞ്ഞാൽ നമ്മളിട്ട് ബലിയാടാക്കി അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി, ഇങ്ങനത്തെ ഒരു ഫീൽഡാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് ഇത്ര പറയാനുള്ളൂ. യൂട്യൂബിന് വേണ്ടിയിട്ട് ജോലിയും പഠിത്തമൊക്കെ കളയാം എന്ന് വിചാരിക്കുന്നവർ വെറും മണ്ടത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഒരിക്കലും കളയല്ലേ ദൈവമേ, അതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ സൈഡിൽ ഒരു പട്ടയം പോലെ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പം ദിവസവും ഒന്നെങ്കിൽ എല്ലാ ദിവസവും ഇടുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഇന്ന ദിവസം സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ ഇടുക. കൺസിസ്റ്റൻസി മസ്റ്റാണ്. അതുപോലെ തന്നെ സ്മാർട്ട് വർക്കും കൂടെ നിങ്ങൾ ചെയ്യണം. അല്ലാണ്ട് പഠിത്തവും കളഞ്ഞ് ജോലിയും കളഞ്ഞ് യൂട്യൂബ് നമ്മളെ സെറ്റാക്കി ലൈഫ് അടിപൊളിയാക്കും, ഫാമിലിനെ മൊത്തം സെറ്റാക്കും എന്ന് വിചാരിച്ച് ലാസ്റ്റ് വഴിയാതാരോ റോഡെ കിടക്കും നമ്മൾ ഫാമിലി ആയിട്ട്. അതാ പറഞ്ഞ അങ്ങനത്തെ മണ്ടത്തരമൊന്നും ഒരിക്കലും നിങ്ങൾ കാണിക്കില്ല ദൈവമേ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഞാനൊരു ഉദ്ദേശിച്ച ഒരു സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാം ഒരു പോസിറ്റീവ് രീതിക്ക് എടുത്തേച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നീയൊക്കെ എന്നെ ഇപ്പൊ ചീത്ത വിളിക്കുമെന്ന് പറയുന്നത് ദാറ്റ് ഈസ് എല്ലാവരും അല്ല ഞാൻ പറയുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളെ ചീത്ത പറയാനേ കാണത്തുള്ളൂ. അപ്പൊ അവരോട് പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല, യു ക്യാരി ഓൺ, നിങ്ങളുടെ വർക്ക് തുടരട്ടെ, കുഴപ്പമൊന്നുമില്ല, എനിക്കതൊരു ഊർജ്ജമായിട്ട് ഞാൻ എടുത്തോളാം. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്റെ കൈ മുറിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ എന്റെ മൈൻഡ് സെറ്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങളോട്. എന്റെ കൈ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ നീയൊക്കെ വികലാംഗനാണെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ പറയാം അളിയാ നീയൊക്കെ നോർമൽ പീസ്, ഞാൻ വന്ന് ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയും. നിനക്കൊക്കെ എല്ലാവർക്കും കൈയും കലങ്ങി ഇല്ലടാ, എനിക്ക് കൈയൊന്നും ഇല്ല, ഞാനാ ലിമിറ്റഡ് എഡിഷൻ, ഞാനാ പൊളി എന്ന് പറയുന്ന മൈൻഡ് സെറ്റാണ് എൻ്റെത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയിരിക്കും. നീയൊക്കെ നിന്റെ വർക്ക് തുടരും, ഞാൻ എൻ്റെ വർക്ക് തുടരാം. അതുപോലെ തന്നെ ഗൈസ് എൻ്റെ വീഡിയോ ഇതുവരെയായിട്ട് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് പറ്റുവാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ അടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ കുറേ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നെ വിട്ട് പോയിട്ടുണ്ട്. കാരണം വെരി കൺസിസ്റ്റൻറ്റ് അല്ലാത്തൊരു ചാനലായിരുന്നു എൻ്റെത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ബാക്ക് ടു ഡെയിലി വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നോട് ഇത്രയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് കം ബാക്ക് ഗൈസ്, കം ബാക്ക് എന്ന് ഞാൻ പറയത്തുള്ളൂ. തിരിച്ചു വരിക, എന്നിട്ട് ഒരു 2-3 വീഡിയോസ് എങ്കിലും കാണുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പൊക്കോ, എന്നാലും നോക്കുന്നേ ഒന്ന് ഇത്രയും ഒരു ടൈം, ഒരു 2-5 മിനിറ്റെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് താ, അതേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട്, അതായത് സമയം ഉണ്ടായി മതി കേട്ടോ, അതങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇല്ല, നിങ്ങൾ വരണം, അത്രയേ ഉള്ളൂ. അന്യനായി തുടങ്ങിയല്ലോ, 2-3 ക്യാരക്ടറൊക്കെ വരുന്നു. അപ്പോൾ ഗൈസ് ഇത്രയല്ല ഒരു സംഭവം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ.